എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ട 6 ഡയമണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ലക്ക് കാരണം എനിക്ക് കിട്ടിയതാണ് ഗൈസ്. ഈ വേൾഡ് മൈൻക്രാഫ്റ്റിന് കൊണ്ട് ഇത് ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ പൊട്ടിച്ചെടുത്തോളെ. അതൊന്നും സീനില്ല, കയ്യിലിരിക്കട്ടെ. എനിക്ക് ആവശ്യമുണ്ടാണ്, ഉള്ളതാണ്. സോ ഇതുവഴി ഞാൻ പോയി. ഇവിടെ നിന്നാണ് എനിക്ക് കുറച്ച് ഡയമണ്ട് കുറച്ചും കൂടി കിട്ടിയത്. സോ ഇതിൽ നിന്നും എനിക്ക് കുറച്ച് ഡയമണ്ട് കിട്ടി, അതെല്ലാം ഞാൻ ലൂട്ട് ചെയ്തു. ഈ വഴി പോയില്ല, അപ്പോൾ ഈ വഴി പോയേക്കാം. ഡയം കണ്ടിട്ട് ഞാൻ എന്താ മൈൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ആണൊക്കെ ഈ വഴി നിറയെ ഇഷ്ടം പോലെ ഉണ്ട്. സോ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വേറെ ഡയമണ്ട്സ് കിട്ടാനുള്ള വഴിയില്ല ഇവിടെ. തൽക്കാലത്തിന് നമുക്കിവിടെ നിന്ന് എടുത്ത് ചാടിയേക്കാം. മരിച്ചില്ല. പിന്നെ മോബ്സ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ, ബിക്കോസ് ഇത് പീസ്ഫുൾ മോഡാണ്. ഞാൻ മൈനിങ് വരുന്നതിന് വേണ്ടി ആക്കിയതാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഹാർഡിൽ തന്നെ കളിച്ചാണ്. ഇത്രയും ദിവസം ഹാർഡിലായിരുന്നെന്ന് വെച്ചാൽ എന്തായാലും ഹാർഡിലായിരുന്നു. കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ ഞാൻ ഈസിയിലല്ലായിരുന്നു, ഞാൻ നോർമലിലായിരുന്നു. ഈ ലെറ്റ്സ് പ്ലേ എന്തിനാ പെട്ടെന്നൊക്കെ ഹാർഡിലേക്ക് പോയെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ മൈൻക്രാഫ്റ്റ് ഹാർഡിയിട്ട് കളിച്ചിട്ടില്ല. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടി കളിച്ചാണ്. സോ അത് ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. സോ ഈ വേൾഡിൽ നിറയെ ഡയമണ്ട്സ് ഉണ്ട് ഗൈസ്. എനിക്ക് എത്ര ഡയമണ്ട് കിട്ടി ഗൈസ്? ഡയമണ്ടൊക്കെ ചവറായി ഗൈസ് ഇപ്പോൾ. പക്ഷെ ഡയമണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല, അത് വേറെ ഒരു കാര്യം. നമ്മൾ ഇത് വെച്ച് ഡയമണ്ട് ടൂൾസ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് വില്ലേജസ് പൊട്ടന്മാരുടെ അടുത്ത് തന്നെ മേടിക്കത്തുള്ളൂ. അന്നത്തെയും പോലെ വില്ലേജസിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്ത്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഞാൻ കുറച്ച് ഹാർഡ് വർക്കായിരുന്നു. ഈ നോർമൽ മോഡായതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ നിന്നും എനിക്ക് ഡയമണ്ട് കിട്ടി ഗൈസ്. എവിടെ പോയാലും എൻ്റെ ഡയമണ്ട് വരുന്നുള്ളൂ. സോ നമ്മളിന്ന് മൈനിങ് വരെ തപ്പി കണ്ടുപിടിക്കാൻ പോവുകയാണ് ഡയമണ്ട്. അതെങ്ങനെയാണെന്ന് എന്നെക്കൊണ്ട് എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കും. സോ എൻ്റെ കഴിവാണ് ഗൈസ്, മൈൻഡ് ചെയ്യാതെ പല സാധനവും ഞാൻ ഒപ്പിച്ചെടുക്കും. ഞാൻ സ്റ്റോൺ പിക്കാക്സും കൊണ്ട് ഡയമണ്ട് ഒപ്പിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഈ സീഡിൽ. പിന്നെയാണ് ഒരു ആൻഡ് പിക്കാക്സ് പോലും ഉണ്ടാക്കാതെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്കെന്നെ അറിയില്ല ഗൈസ്, ഞാൻ അത്രയ്ക്ക് പുലിയാണ് മൈൻക്രാഫ്റ്റ് കളിക്കാൻ. ഇതെന്തിനാ ഇത് മൈൻക്രാഫ്റ്റ് വിത്ത് ചെസ്റ്റ് അത് ഞാൻ പൊട്ടിച്ചെടുത്തത്. ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ കറങ്ങി പോവാം. താരമെല്ലാം വീണല്ലോ. ഈ റെയിലൊക്കെ അല്ലേ നിറയെ ഇരിക്കുന്നുണ്ട് ഇവിടെ, പക്ഷേ അതിലോ മൈൻക്രാഫ്റ്റ് വിത്ത് ചെസ്റ്റ് ഇല്ല. അതിൻ്റെ അകത്ത് കുറച്ച് അയൺ കിട്ടി, ഒരു ഗോൾഡൻ ആപ്പിൾ കിട്ടി. അത് എൻചാൻറ്റഡ് ആയിരുന്നാൽ കൊള്ളായിരുന്നു, പക്ഷേ എൻചാൻറ്റഡ് ആയി കിട്ടിയില്ല. സോ തൽക്കാലത്തേക്ക് പൊട്ടിച്ചെടുത്തേക്കാം. കാശ് സ്റ്റാക്ക് ആകത്തില്ല, തൽക്കാലത്തിനത് എനിക്ക് വേണ്ട. ഇതിവിടെ എറിഞ്ഞുകൊണ്ട് പോവാം. സോ അപ്പോൾ ഇത് നമുക്കിവിടെ നിന്ന് എടുത്ത് ചാടി. ആദ്യമായിട്ട് എത്ര വലിയ ജമ്പൊക്കെ ഞാൻ എടുക്കുന്നത് മൈൻക്രാഫ്റ്റ്. ഇതുവരെ ഞാൻ ഒരു ബ്ലോക്ക് പോലും ഞാൻ മൈൻക്രാഫ്റ്റിൽ ചാടാറില്ല. ഞാൻ ബ്ലോക്ക് വെച്ച് നടന്നു പോകാറേ ഉള്ളൂ. പക്ഷെ ഇവിടെ വെള്ളമുണ്ട്, എടുത്ത് ചാടിക്കോ മോനെ. അയ്യ എന്ത് ചെയ്യാനാ കഴിച്ചത് ഇവിടെ. അതുകൊണ്ട് നമ്മുടെ മുമ്പേ വെച്ച കോബിൾ സ്റ്റോൺ പില്ലർ ഇതങ്ങ് പൊട്ടിച്ചെടുത്ത് കയറാം. സോ ഇവിടെ ഈ വേൾഡ് കൊള്ളാം ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ച് ഡയമണ്ട്സിന് ഈ വേൾഡ് മതിയല്ലോ. അവിടുത്തെ ഞാൻ കണ്ടുപോലും ഇല്ല. വാടാ മോനെ, നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നാ? നമ്മുടെ അടുത്ത് പറയണ്ടേ ബ്രോ. ഇതൊക്കെ എന്താണ് ചതിയായിപ്പോയി, വലിയ ചതിയായിപ്പോയി, കൊടുഞ്ചതിയായിപ്പോയി. എന്ത് ചെയ്യാനാ ഗൈസ്, എല്ലാവരും ഇപ്പം നമ്മുടെ അടുത്ത് ചതി ചെയ്യാൻ തുടങ്ങി.
സോ ഇതും എടുത്ത് ഇവിടെ വെച്ച് മൈൻക്രാഫ്റ്റ് വിത്ത് ചെസ്റ്റ് അല്ല ഡയമണ്ട് ഇവിടെ വെക്കാൻ പറ്റുന്നില്ല. സോ ടോർച്ച് എന്ത് ടോർച്ച് എടുത്തിട്ട് നമ്മുടെ 6 ഡയമണ്ടും മാറ്റി നമ്മുടെ ടോർച്ച് വെച്ചിട്ട് എടുത്ത് ചാടാനല്ല. നിങ്ങളാരും ഈ മണ്ടത്തരം ചെയ്യല്. നിങ്ങളിങ്ങനെ ഈ കോർഡിനേറ്റ്സ് നോക്കി വരികയാണെങ്കിൽ നിങ്ങൾക്കും എനിക്ക് കിട്ടിയ സെയിം ലൂട്ട് തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല നിങ്ങൾക്ക് ചിലപ്പോൾ. സോ നിങ്ങൾക്ക് സെയിം ലൂട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ എൻ്റെ സെയിം ലൂട്ട് കിട്ടും ഗൈസ്. സോ അടുത്ത നെയിം ടാഗ് 45 റെയിൽ, കുറച്ച് മെലൺ സീഡ് എല്ലാം എടുക്കാൻ പറ്റുന്നില്ല. തൽക്കാലത്തിനും കൈ കൊണ്ട് തന്നെ എടുത്തേക്കാം. സോ അത് കൈ കൊണ്ട് തന്നെ എടുക്കാൻ എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഒരു ഐറ്റമേ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ചെസ്റ്റിൽ എത്ര അത് ടൈപ്പ് ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഒരുമിച്ച് നമ്മുടെ കയ്യിലേക്ക് വരും. അല്ലെങ്കിൽ ചെസ്റ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ചെസ്റ്റിൽ ഒരു സ്ലോട്ടിൽ ഇരിക്കും. ഏത് സ്ലോട്ട് വല്ല വേണമെങ്കിലും ഇരിക്കും. സോ കുറച്ചാണ് എടുത്തേക്കാം. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഗോള് നമുക്ക് കുറച്ച് ഡയമണ്ട്സ് കിട്ടി. ഇപ്പോൾ ഒപ്പിക്കണം എന്നല്ല, കിട്ടിക്കഴിഞ്ഞു. സോ അപ്പോൾ എനിക്കൊരു ഗോള് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല വലിയ ഗോളാണ്. ഞാൻ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഗോൾ എന്താന്ന്. ഇവിടെ നിന്ന് ചാടിയതിന് താര വരും. സോ നമ്മുടെ 6 ഡയമണ്ട്സ്, ഇത് നല്ല വെർത്തായിട്ടുള്ളൊരു ഇതായിരുന്നു. നല്ല വെർത്തായിട്ടുള്ളൊരു മൈനിങ് ട്രിപ്പായിരുന്നു. എൻ്റെ ഡിവൈസിൽ സ്റ്റോറേജ് ഇല്ല ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇച്ചിരി ഷോർട്ടാക്കണം എനിക്ക്. സോ ഞാൻ എന്നും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യും. സോ ഇത് ഞാൻ വേറെ റെക്കോർഡർ ആപ്പ് വെച്ചാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് നല്ല കുറവാണ്. സോ അതുകൊണ്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രശ്നം സോൾവ് ചെയ്യാനും പറ്റും എന്നെക്കൊണ്ട്. അത്രയ്ക്ക് പവർ കുറഞ്ഞ ഫോണും അല്ല, അത്രയ്ക്ക് പവർ കൂടിയ ഫോണും അല്ല. എല്ലാം ഒരു മീഡിയം ലെവൽ ഫോണാണ് എൻ്റെ. സോ ഇത് കിടന്നുറങ്ങിയിട്ട് എന്നിട്ട് അടുത്തൊരു മോർണിംഗ് ആവട്ടെ. എന്നിട്ട് നമ്മുടെ ഡയമണ്ട് കൂട്ടന് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഗൈസ് ഇവിടെ പോയാലും ഡയമണ്ട് കിട്ടും. അതുകൊണ്ട് ഇവിടെ ഒരു ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ബ്രെഡ് കിട്ടി. ബ്രെഡ്, കുറച്ച് ടോർച്ച്, കുറച്ച് കോള്, കുറച്ച് ഗ്ലോബറി, ഒരു നെയിം ടാഗ്. ഇപ്പോൾ നെയിം ടാഗൊക്കെ നിറയെ കിട്ടി ഗൈസ്, 3 എണ്ണം. എങ്ങോട്ടേക്ക് പോകണ്ട, ഞാൻ പോയി തിരിച്ചു വന്നതാണ്. പക്ഷേ ഈ ടോർച്ചെല്ലാം പൊട്ടിച്ചെടുത്തോണ്ടാണ്. ചുമ്മാ വെറുതെ അങ്ങ് പൊട്ടിച്ചെടുത്തോണ്ട് വന്നു ഗൈസ്. സോ ഐ ഫൗണ്ട് ഡയമണ്ട്സ് ഗൈസ്. ഈ ചെസ്റ്റ് ഞാൻ തുറന്നല്ലേ ഇപ്പോൾ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ വന്നിട്ട് ചെറിയൊരു പേടിയും കാര്യങ്ങളുണ്ട് ഇങ്ങനെ ചാടുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കാതെ സുഖമായി ചെയ്യുന്നത്. ഗായ്സ് കാണുന്ന അയൺ എല്ലാം മേടിച്ചെടുത്തോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻവീൽ ഉണ്ടാക്കാം ഇത്ര പെട്ടെന്ന്. ഇവിടെ കുറച്ച് ഗ്ലോബറി ഇരിക്കുന്നുണ്ട്. സോ 50 റെയില്, കുറച്ച് പവേർഡ് റെയില്, കുറച്ച് ആക്ടിവേറ്റർ റെയില്, എല്ലാ ടൈപ്പ് റെയിലും എടുത്തു. റെയിലെല്ലാം നല്ല റെയിലാന്ന് തോന്നുന്നു. ഹൈ ക്വാളിറ്റി റെയിലാന്ന് തോന്നുന്നില്ല. ഹൈ ക്വാളിറ്റി ആണോ അല്ലയോ എന്ന് എനിക്കങ്ങനെ അറിയാനാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഡയമണ്ട് കിട്ടുമോ? ഇല്ല. കുറച്ച് ഗോൾഡൻ ആപ്പിൾ മാത്രമേ കിട്ടിയുള്ളൂ. അതായത് നല്ല ലൂട്ടാണ്, വേസ്റ്റ് ലൂട്ട് എന്ന് പറയുന്നില്ല. എനിക്കൊക്കെ നല്ല ലൂട്ടാണ്. ഇതിനെ ക്രാഫ്റ്റ് ചെയ്യാറ് പോലും ഇല്ല ഒരു ഗോൾഡിൽ. പിന്നെ കഴിഞ്ഞ സീസണിൽ ഒരു 2 എണ്ണം ക്രാഫ്റ്റ് ചെയ്തു, 2 എണ്ണം ഒരു 3 എണ്ണം. ഇത് പുതിയ സീസൺ ആണോ എന്നല്ല ചോദിക്കുമ്പോൾ അതല്ല. പിന്നെ എൻ്റെ ഹങ്കർ ബാർ എന്താ കുറയാത്തതെന്ന് വെച്ചാൽ, കാരണം ഞാൻ പീസ്ഫുൾ മോഡിലാണ് കളിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും പീസ്ഫുൾ മോഡിൽ ഹങ്കർ കുറയില്ല എന്ന്.
അപ്പോൾ ആദ്യം അയണിൻ്റെ മോളിൽ ചവിട്ടി എന്ന് തന്നെ അയൺ മൈൻ ചെയ്യുക. സോ ഇവിടെ പ്രശ്നമില്ല, ഇവിടെ എന്നാ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഇവിടെയും പ്രശ്നമില്ല. സോ ഇത്ര കുറച്ച് അയൺ എടുക്കട്ടെ. ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെയും പ്രശ്നമുണ്ട്. സോ ഇതെടുത്തിട്ട് ഇവിടെ നിന്ന് പോയി മുകളിലേക്ക് കയറി ഇവിടെ നിന്ന് കുറച്ചങ്ങ് അയൺ എടുത്തിട്ട് താരയ്ക്ക് പോയി എടുത്തിട്ട് ഇതെടുത്ത് നമ്മുടെ ഡയമണ്ട്സ് മാറ്റി ഇതും വെച്ച് പില്ലറും ചെയ്ത് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ. ഗൈസ്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിലേക്ക് എത്ര ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. പീസ് ഔട്ട്.